ഹായ് ഫ്രണ്ട്സ്, ഈ ന്യൂസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അതായത് ഞാൻ ഒരുങ്ങുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനിത് അതിൻ്റെ അമ്മച്ച് മഫ്ത ചുറ്റാൻ വേണ്ടിയിട്ട് ഒരു ടർബോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ടർബോ നല്ലൊരു ഹെയർബൻഡ് പോലെ. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും കണ്ടിട്ട് ഇങ്ങനെ ചിലവരിങ്ങനെ തലയിലിങ്ങനെ അതുപോലെ ഈ ഒരു സാധനം തലയിലിട്ടിട്ട് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ ഞാനും വീഡിയോ എടുക്കല്ലേ വിചാരിച്ചിട്ട് ഞാൻ അത് ഇട്ടെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരുങ്ങുന്നത് കല്യാണത്തിനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം എനിക്ക് ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടം. എൻ്റെ അമ്മച്ചിൻ്റെ മുഖത്താണ്, ഇമ്മച്ചി മുഖം തരില്ല. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മുഖത്ത് തന്നെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇമ്മ പറഞ്ഞു അങ്ങനെ കൊളാക്കി, പിന്നെ സമയമല്ല, വേഗം ഒരുങ്ങി വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആദ്യം എന്തോ ഒരു ക്രീമുണ്ട്, എനിക്ക് കറക്റ്റ് അറിഞ്ഞോളൂ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഇതിങ്ങനെ തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനവിടെ കടന്നപ്പോൾ വെറുതെ ഇട്ടു എന്നുള്ളൂ കേട്ടോ. വെച്ച് അതിൽ പെട്ടിയിൽ കണ്ടപ്പോൾ ഞാൻ കടന്നപ്പോൾ വെറുതെ ഇട്ടു എന്നുള്ളൂ. പിന്നെ മുടി വാരാനും കണ്ണെഴുതാനും ഉമ്മ തന്നെ വേണ്ടി വരും. അപ്പോൾ കണ്ണെഴുതാലും എനിക്ക് അറിയാത്തതുകൊണ്ടൊന്നുമല്ല, കല്യാണക്കല്ലേ നല്ല വൃത്തിയിൽ ഒരുങ്ങേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. വെറുതെ റിസ്ക് എടുക്കാൻ വയ്യ ഫ്രണ്ട്സ്. അപ്പോൾ ഇമ്മച്ച് കണ്ണെഴുതി തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ഫൗണ്ടേഷനാണ്, ഒരു 3-in-1 ഫൗണ്ടേഷൻ എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ കല്യാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ ഉമ്മ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഉമ്മ ഒരുക്കി തരാമെന്നൊക്കെ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇമ്മ വീഡിയോ എടുക്കല്ലേ, ഞാൻ തന്നെ ഒരുങ്ങാം കേട്ടോ, പ്ലീസ് ഞാൻ വീഡിയോ എടുക്കല്ലേ ഉമ്മ, പ്ലീസ് പ്ലീസ്, അങ്ങനെ പറഞ്ഞ് ഞാൻ തന്നെ ഒരുങ്ങാനാക്കിയതാണ് കേട്ടോ ഉമ്മച്ചി, അല്ലെങ്കിൽ ഞാൻ ഒരുക്കി തരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, മുടി വാരാണെങ്കിലും കണ്ണെഴുതാണെങ്കിലും ഉമ്മ തന്നെ വേണം, അത് വേറെ കാര്യം. പിന്നെ ഞങ്ങൾ ഇന്നലെ പിന്നെ ആ സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ ഞങ്ങൾ ഇതായി ഒരു സ്പഞ്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇമ്മ പറഞ്ഞു അത് ഇങ്ങനെയൊന്നും അല്ല ഇടേണ്ടത്, നിങ്ങൾ തന്നെ ചെയ്തുതരാം. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല, ഞാൻ തന്നെ പറഞ്ഞിട്ട് ഞാൻ തന്നെ എടുക്കുകയാണ്. പക്ഷെ എനിക്ക് കറക്റ്റ് അറിയില്ല. എൻ്റെ ആയുധം എന്ന് പറയുന്നത് എന്താണ്, ഇത് നമ്മുടെ എന്താ പറയുക കൈ തന്നെയാണ്, എൻ്റെ ആയുധം കൈ തന്നെയാണ്. അപ്പം ഞാൻ സ്പഞ്ച് വെച്ചിട്ട് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടെ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്, എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഞാൻ വിട്ടു കൊടുക്കത്തില്ല, ഞാൻ അതൊക്കെ ഇടും. എല്ലാ വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ചിലവരിങ്ങനെ ഈ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരാഗ്രഹം ഞാനും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും അങ്ങനെ ചെയ്യാമെന്ന്. എനിക്കറിയാം ഇത് എങ്ങനെയൊന്നല്ല ഉപയോഗിക്കേണ്ടതെന്ന്, പക്ഷെ എന്നാലും ഞാൻ ചെയ്യും ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ആയുധം പറയുന്നത് കൈ തന്നെയാണ്, കൈയെ വെച്ചിട്ട് ചെയ്താൽ എനിക്ക് ശരിക്കും അതായി കിട്ടുള്ളൂ. എന്നാലും ഇത് ഇങ്ങനെയല്ല ഉപയോഗിക്കേണ്ടത് എനിക്കറിയില്ല. ഇനി ഇതിൻ്റെ ഉമ്മച്ചി പറയുന്നുണ്ട് ഞാൻ ഒരുക്കി തരാം, നിങ്ങളുടെ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ, പക്ഷെ ഞാനത് കൊടുക്കുന്നില്ല, ഞാൻ തന്നെ ഒരുക്കുകയാണ്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനത് തോറ്റു കൊടുത്തു, എനിക്ക് എന്നെക്കൊണ്ട് കഴിയുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കൈ വെച്ചിട്ട് തന്നെ മുഖത്ത് ആ ഒരു ഫൗണ്ടേഷൻ ഇങ്ങനെ എന്താ പറയുക മുഖത്ത് നന്നായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, എനിക്ക് ചിലവർക്ക് എന്താ പറയുക ഇങ്ങനെയൊന്നല്ല ആക്കാൻ ഒരുങ്ങുക, ചിലവർ എന്താണ് വേറെ രീതിയിലാക്കാനും. പക്ഷെ ഞാൻ കല്യാണത്തിന് പോകണേ ഉമ്മയും ഒരുക്കി തരും, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാനത് നമുക്ക് നോക്കിയാലും ഞാൻ ഉമ്മ ഇങ്ങനെ ഒരുക്കി തരും, അത് ഇട്ടരും ഇത് ഇട്ടരും. പക്ഷേ സ്കൂളിലേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെയായിട്ട് ഒരുങ്ങാറ്. അപ്പോൾ ഇന്ന് കല്യാണമല്ലേ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരുങ്ങുന്നത്. പിന്നെ ഞാൻ ഫസ്റ്റ് ഇട്ട സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ പേര് കറക്റ്റ് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു അതിങ്ങനെ തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല ഇമ്മച്ചി എനിക്ക് ഈ ഒരു ക്രീം കല്യാണത്തിന് പോകുമ്പോൾ ഇട്ടുതരും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഞാൻ ഒരുങ്ങുന്നത്. പിന്നെ എനിക്ക് കണ്ണ് എഴുതാൻ അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഉമ്മച്ചിനോട് ഇട്ടുതരാൻ പറഞ്ഞു. അപ്പോൾ ഉമ്മച്ചിനിക്ക് നല്ല കട്ടിയിൽ കണ്ണെഴുതി തന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അടിയിൽ കണ്ണെഴുതുന്നുണ്ട്. എനിക്ക് അടിയിൽ കണ്ണെഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ നല്ലപോലെ കട്ടിയിൽ ഞാൻ അടിയിൽ കണ്ണെഴുതു. എനിക്ക് ഈ കണ്ണെഴുതേണ്ട സംഭവം, കണ്ണെഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല കട്ടിയിലാവുകയാണെങ്കിൽ അത്ര നല്ലത്. അപ്പം ഞാൻ അടിയിൽ നല്ല പോലെ തന്നെ കണ്ണെഴുതുന്നുണ്ട് കേട്ടോ, 2 കണ്ണിൽ എഴുതുന്നുണ്ട്. അപ്പം ഞാൻ അവിടേക്ക് നോക്കുന്നത് വേറെ ഒന്നുമല്ല, അവിടെ ഒരു കണ്ണാടി ഉണ്ട്, അതിൽ നോക്കിയാണ് ഞാൻ എഴുതുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇടാൻ ബാക്കി ഉണ്ടോയെന്ന്, ഒക്കെ ഇടന്നെയാണ്, കല്യാണമല്ലേ. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനല്ല അതിൻ്റെ പേര്, അതാണ് തോന്നുന്നു, മസ്കാര തന്നെയാണ്. അപ്പോൾ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. എന്താണ് അതിൻ്റെ ചിലതിൻ്റെ പേര് പോലും എനിക്കറിയില്ല, അത് എങ്ങനെ ഇടേണ്ടത് മാത്രം എനിക്കറിയുള്ളൂ. പിന്നെ ഞാൻ ആ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഞാൻ നോക്കുകയാണ് എന്തിന് ഇടാനുള്ളത്, ഇനി ഒന്നും ഇടാനില്ലല്ലോ. ഇനി അതിൻ്റെ കൺപീലിൻ്റെ അടിയിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, 2 മുകളിലും അടിയിലും ഞാൻ കൺപീലിൻ്റെ മുകളിലും അടിയിലും ഇട്ടെടുക്കുന്നുണ്ട്. രസമുണ്ടോ ഫ്രണ്ട്സ്? ഞാൻ ഒരുങ്ങിയതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ ഇട്ടെടുക്കാൻ നോക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഒരു കാര്യം ഇടാൻ മറന്നു, എന്താണത്? അത് തന്നെ നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇല്ലാതെ എന്തോ ഒരുക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പം നമ്മുടെ ചുണ്ടിൽ ഞാൻ തന്നെ ഓരോ ഡോട്ട് ആയിട്ട് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ. അപ്പം ഞാൻ ചുണ്ടി വെച്ചിട്ട് തന്നെ എല്ലാ സ്ഥലത്തോടും ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക്
നിങ്ങളുടെ ഉമ്മയാണോ അങ്ങനെ സ്റ്റൈലായിട്ട് ഒരുക്കി തരാൻ? എനിക്ക് എൻ്റെ ഉമ്മ തന്നെയാട്ടോ. എനിക്ക് ഉമ്മ ഒരുക്കിയാലാണ് അത് വൃത്തി കിട്ടുള്ളൂ, നല്ലപോലെ ഒരുക്കി തരാൻ കഴിയുള്ളൂ. പിന്നെ അടുത്ത നമുക്ക് ഇനി മുടി കെട്ടാൻ മറന്നുപോയി ഫ്രണ്ട്സ്. നമുക്കിനി ഉമ്മാനോട് മുടി കെട്ടിത്തരാൻ പറയണം. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആരാണ് ഇങ്ങനെ ഒരുക്കി തരാറും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരൊരുക്കിയാണ് നല്ല വൃത്തിയിൽ അടിപൊളിയായിട്ട് ഒരുക്കി തരാമെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ മുടി നല്ല സ്റ്റൈലായിട്ട് ഒരുക്കി തരാൻ എനിക്ക് ഉമ്മ തന്നെയാണ് കേട്ടോ. എൻ്റെ സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഉമ്മ തന്നെയാണ്. നിങ്ങളുടെ അടിപൊളി എൻ്റെ ഉമ്മാക്ക് അറിയുള്ളൂ ഇങ്ങനെ സ്റ്റൈലായിട്ട് എൻ്റെ മുടി കെട്ടിത്തരാൻ. പിന്നെ ഫ്രണ്ട്സ്, നമ്മളൊരു കാര്യം മറന്നുപോയി. നമ്മളല്ല, ഞാൻ എന്താണത് ഐബ്രോ അല്ലേ, ഐബ്രോ ഇട്ടെടുത്തിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഒക്കെ ഇട്ട് കൊടുക്കണം, ഞാനല്ലേ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നിനൊരു കുറവ് വരുത്തരുത്. അപ്പം ഞാൻ ഐബ്രോ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നതിനുള്ള ഐബ്രോ ഇട്ടെന്നുള്ളൊരു പേരിന് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനി നമുക്ക് നമ്മുടെ മുടി കെട്ടിത്തരാനുണ്ട്, അത് ഉമ്മാനോട് ചോദിച്ചു നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് എന്തിനാണെന്ന് മനസ്സിലായോ? അതന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ ഉദ്ദേശിച്ച ബോക്സ് തന്നെയാണ്, വേറൊന്നുമല്ല. നമ്മൾ നേരത്തെ ഫസ്റ്റ് ആയിട്ട് എനിക്കത് എങ്ങനെ ഇടേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞില്ലേ, അതന്നെ ഒരു സ്പഞ്ച്. ആ സ്പഞ്ചിൻ്റെ ബോക്സിലാണ് ഞാൻ എൻ്റെ കമ്മലൊക്കെ ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പുതിയ കമ്മൽ ജിമിക്കാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പുതിയൊരു കമ്മലാണ്. പിന്നെ ഫ്രണ്ട്സ്, എൻ്റെ മേക്കാതിൻ്റെ കുത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എപ്പോഴും മേക്കാതിന് കാത് എപ്പോഴും ദൂരെ തന്നെയാണ്. ഇതിൻ്റെ 5ാമത്തെ കാതുകുത്തലാണ്. എങ്ങനെയുണ്ട്, കൊള്ളാമെന്ന് പറയുന്നത്. അപ്പം ഞാൻ തന്നെയാട്ടോ എൻ്റെ മേക്കാത് എപ്പോഴും കുത്തൽ. അപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ മാത്രമേ മേക്കാത് ഇടലുള്ളൂ. എന്തെങ്കിലും വല്ല പരിപാടികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഇടാലുള്ളൂ, അല്ലാതെ ഇടലൊന്നുമില്ല. പിന്നെ ഞാനിതാ മേക്കാത് മാറ്റിയിട്ടുണ്ട്, ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉമ്മച്ചി മുടിയൊക്കെ കെട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഉമ്മച്ചി എനിക്ക് മുടിയൊക്കെ കെട്ടി തന്നേ. അപ്പം നമ്മൾ എല്ലാവരും ഒരുപോലെ ആക്കാനും എന്ത് കല്യാണത്തിന് പോണ ലുക്കും അത് വരുമ്പോഴുള്ള ലുക്കും അത് നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഇങ്ങനെയായിട്ട് മുടി കെട്ടി തന്നത് രസമുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ലാസ്റ്റ്, അതായത് ഇതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ലുക്ക് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഫോട്ടോ ആയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനൊരു വാച്ചും പാടി ഇട്ടിട്ടുണ്ട്. വാച്ച് ഓൺ ആവുന്നില്ല, എന്നാലും ഒരു വെറുതെ ഷോക്ക് ഇട്ടതാണ്. പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ തുടച്ച് കളയുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കല്യാണത്തിന് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് കൊടുക്കാന്നുള്ള പറഞ്ഞ ഫോട്ടോസില്ലേ, അതിന് ലാസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മുമ്പാടെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും കാണിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഉമ്മ സ്റ്റൈലായിട്ട് കെട്ടി തന്ന മുടി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ എൻ്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഷൂ പുതിയതാണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കറക്റ്റ് വൈറ്റായി നിന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. ബൈ ബൈ.